ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള HSST ഹിസ്റ്ററി എക്സാമിനേഷനിൽ നിന്ന് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് ചോദിച്ചിട്ടുള്ള ചില PYQസിന്റെ ഡിസ്കഷനാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കോംപ്രഹെൻസീവ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കൃത്യമായിട്ട് പങ്കെടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ലൈവ് MCQs ഡിസ്കഷൻ ആയിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ലൈവ് ചാറ്റ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ലൈവ് ചാറ്റ് ആരും യൂസ് ചെയ്യാതിരിക്കരുത്. അപ്പം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം, ഏതൊക്കെയാണ് പ്രധാനമായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ആക്റ്റീവായിട്ട് തന്നെ നിങ്ങളുടെ റെസ്പോൺസ് തരിക. നിങ്ങൾ റെഡി അല്ലേ? ഗീവ് മി എ റെസ്പോൺസ് ഗൈസ്. വന്നവരൊക്കെ ഒന്ന് ഒരു ഹായ് വിടൂ. ഗീവ് മി എ ഹായ്. ഓക്കെ, ലൈവായിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് പോകുന്നത്. ലൈവ് പ്രീമിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒന്നാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഉണ്ടാവട്ടെ. വന്നവരൊക്കെ ഒന്ന് പെട്ടെന്ന് ഹായ് വിടുക. അല്ലാത്തവർ ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ട് ഇപ്പൊ തന്നെ ഷെയർ ചെയ്യും. ഓക്കെ, വിൽ സ്റ്റാർട്ട് ഇൻ എ മൊമെന്റ്. നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാറ്റസ് വെച്ച് നോക്കിക്കേ. ഒന്ന് വാട്സപ്പ് സ്റ്റാറ്റസോ നിങ്ങളുടെ ഓപ്പൺ ഗ്രൂപ്പിലോ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യേ, സെഷൻ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവരെ കൊണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടുകൂടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ നമുക്കുള്ള അറിവ് വെച്ചിട്ട് എങ്ങനെയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും എന്നുള്ള ഡിസ്കഷനാണ് വരുന്നത്. അപ്പൊ മാക്സിമം വന്നവരൊക്കെ ഒന്ന് ഹായ് വിട്. അല്ലാത്തവരൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് വന്നവർ ബാക്കി വരാത്തവർക്ക് പെട്ടെന്ന് എത്തിച്ചു കൊടുത്തിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ. ഓക്കെ, റൈറ്റ് നൗ പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റർ. ഓക്കെ, പിന്നെ സെഷനിൽ വന്നവർ ഒന്ന് ലൈവ് ചാറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂട്ടത്തിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കൂ. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇന്നത്തെ ഒരു ഡിസ്കഷനോട് കൂടെ മോഡേൺ ഇന്ത്യ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഡിസ്കഷനാണ്. പെട്ടെന്ന് ഷെയർ ചെയ്യൂ. എല്ലാവരും ഷെയർ ചെയ്ത് വെക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കൂ. മേക്ക് ഇറ്റ് ഫാസ്റ്റർ ഗൈസ്. യാ ഐം വെയിറ്റിംഗ്. വന്നവരൊക്കെ ഒന്ന് ഹായ് വിട്ടെ. ഐ ബി ജസ്റ്റ് ലുക്കിംഗ് ഹിയർ. ഒന്ന് ഹായ് വിട്ടെ. എനിക്ക് നിങ്ങളുടെ ലൈവായിട്ടുള്ള കമന്റ് കാണാൻ പറ്റും. ഓക്കെ, ഒന്ന് ഹായ് വിടും. ഫൈൻ ഫൈൻ. ഓക്കെ 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 ഫൈൻ ഫൈൻ. ഓക്കെ, നമുക്ക് എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർ വരട്ടെ, വന്നോട്ടെ. നോ പ്രോബ്സ്. നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ആസ് യൂഷ്വൽ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരും. ജസ്റ്റ് റീഡ് ഇറ്റ്, ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ആൻസേഴ്സ് കൃത്യമായിട്ട് കമന്റ് ചെയ്യുക കേട്ടോ. ആൻസറിങ് സംതിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മിസ്സാക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഹിയർ ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ക്രോണോളജി ബേസ്ഡ് ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾക്ക് മാക്സിമം 30 സെക്കൻഡ്സ് ടൈം തരികയാണ്. ആ 30 സെക്കൻഡ്സിനുള്ളിൽ വായിക്കുക, ആൻസർ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ABCD ഏതെങ്കിലും 4 ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. മീൻസ് അതായത് അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് എവരിബഡി കമന്റ്സ്. നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്, മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ ഓക്കെ, ചില ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. യാ ഫൈൻ, ഗുഡ്. എല്ലാവരും കമന്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഒന്ന് ലിങ്ക് ചെയ്ത് നോക്ക്. ക്രോണോളജി ബേസ്ഡ് ആയുള്ള ക്വസ്റ്റ്യൻസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൃത്യമായിട്ട് കമന്റ് ചെയ്യും. ഫൈൻ ഫൈൻ, നിങ്ങളുടെ കമന്റുകളൊക്കെ ചെയ്യാൻ ഞാനിവിടെ നോക്കുന്നുണ്ട് കേട്ടോ. ഫൈൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം ഒന്ന് നോക്കിക്കേ. നിങ്ങളുടെ ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ക്രോണോളജി ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് തരും. ഹിസ്റ്ററി അറിയുന്ന കുട്ടിയാണോ ക്രോണോളജി അറിഞ്ഞിരിക്കണം. കാരണം ഹിസ്റ്ററി സംതിങ് ക്രോണോളജിക്കൽ ഹാപ്പനിങ് ഓഫ് ഇവന്റ്സ്, റൈറ്റ് അല്ലേ? അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സൈനിങ് ഓഫ് സബ്സിഡറി ട്രീറ്റീസ് വിത്ത് ബൈ വെല്ലസ്ലി.
റിച്ചാർഡ് വെല്ലസ്ലി ആണ് ഉദ്ദേശിക്കുന്നത് വിത്ത് നിസാം ഓഫ് ഹൈദരാബാദ്. അത് ആദ്യമായിട്ട് വന്നത്. അപ്പൊ 1798 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കൊടുക്കാം. ഡെത്ത് ഓഫ് മഹാരാജ രഞ്ജിത് സിംഗ്, പുള്ളിക്കാരൻ മരിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പഞ്ചാബ് കിങ്ഡം പിടിച്ചെടുക്കുന്നത് 1838 ശേഷം. ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം നിങ്ങൾക്കറിയാം 1792 ആണെന്നുള്ളത്. അപ്പോയിന്റ്മെന്റ് ഓഫ് കോൺവാലിസ് ആസ് ഗവർണർ ജനറൽ അതിന്റെ മുന്നേ വരുന്ന ഒരാളാണ്, 1784 മുതൽക്ക് വരുന്ന ഒരു സംഭവമാണ് അല്ലെ. അപ്പോൾ ദ പോയിന്റ് ഇസ് ദാറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് 4 വരും, പിന്നെ 3 വരും, പിന്നെ 1 വരും, പിന്നെ 2 വരും. 4312 4312 4312 ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ഉത്തരം വരുന്നത് കേട്ടോ. അപ്പൊ ആ രീതിയിൽ ഒന്ന് നോക്കുക. അപ്പൊ ക്രോണോളജി ബേസ്ഡ് ആയ ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി വരും. അപ്പോൾ അത് ഒരിക്കലും മിസ്സാക്കരുത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഡിസ്കഷൻ ഓക്കെ ആണല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ വറീസ്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഇവന്റ്സുകളും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. പല റിവോൾട്ടുകളുടെ പേരാകാം, മറ്റേതാകാം. അപ്പൊ അങ്ങനത്തെ പഠിച്ചതൊക്കെ വളരെ കൃത്യമായിട്ട് ലിങ്ക് ചെയ്ത് പഠിച്ചു പോകാനും ശ്രമിക്കുക. ഫൈൻ. നൗ അനദർ ക്വസ്റ്റ്യൻ. ഇത് ഒരു പക്ഷെ എല്ലാവർക്കും കിട്ടിക്കോണം എന്നുണ്ടാവില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ബട്ട് ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനത്തെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും, കൊട്ടേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ചോദിക്കും. ഒരു 15 സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾ ഇത് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. ജസ്റ്റ് ഗോ ഫോർ യുവർ ഓപ്ഷൻസ്. 4 ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് ജസ്റ്റ് അത് പിക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് അഡീഷണൽ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മേക്ക് ഇറ്റ് ഫാസ്റ്റ് ഗൈസ്. എല്ലാവരും കമന്റ് ചെയ്യണേ, കമന്റ് ചെയ്യാതിരിക്കരുത്. പറഞ്ഞ പോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനത്തെ ഡിസ്കഷൻ ഒക്കെ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. Yeah, your time starts now. ഓക്കെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം ഗാന്ധി അല്ല കേട്ടോ. ഗാന്ധി കുത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഗാന്ധി അല്ല. നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയുണ്ട്, സ്വാമി വിവേകാനന്ദ. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള റെലവൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോട്ട് പറഞ്ഞിരിക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ്. ഔറബിന്ദോ ഘോഷ് ഉണ്ട്, മഹാത്മാഗാന്ധി ഉണ്ട്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉണ്ട്. പക്ഷെ ഗാന്ധിയും രാധാകൃഷ്ണൻ എന്ത് പറഞ്ഞു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കും വേണം. അതുകൊണ്ട് അത് ഞാൻ എക്സ്പ്ലനേഷന്റെ ഭാഗമായിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് പഠിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ചിലപ്പോൾ നിങ്ങളോട് ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്പെടും. ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ഓൾറൗണ്ട് ഡ്രോയിങ് ഓഫ് ദി ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ ഇൻ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഒരാളുടെ ബോഡിയിൽ, മൈൻഡ്, സ്പിരിറ്റിലുള്ള എല്ലാ ഓൾറൗണ്ട് ഡെവലപ്മെന്റ്, അത് കുട്ടിയാവട്ടെ ഫുൾ മാൻ ആവട്ടെ എന്ന് പറയുന്നതാണ് ഗാന്ധിയുടെ ഒരു പെർസ്പെക്റ്റീവ്. മീൻസ് സംതിങ് വെരി കോംപ്രഹെൻസീവ് അപ്രോച്ച്. ഓക്കെ, ദെൻ ലിറ്ററസി ഈസ് നോട്ട് ദ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഓർ ഈവൻ ദ ബിഗിനിങ്. ഈ എഡ്യൂക്കേഷൻ സംതിങ് ഡിഫറെന്റ് ഫ്രം ലിറ്ററസി. കേരളം എപ്പോഴും സാക്ഷരത എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കാറുണ്ടല്ലോ. എഡ്യൂക്കേഷന്റെ ഒരു എൻഡ് അല്ല. അതായത് സാക്ഷരത ഉണ്ട് എന്നുള്ളതുകൊണ്ട് വിദ്യാഭ്യാസം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന്റെ എൻഡും അല്ല ബിഗിനിങ്ങും അല്ല. ലിറ്ററസി സംതിങ് വൺ ഫേസ് ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതും കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് അറിഞ്ഞിരിക്കുക. ലിറ്ററസി ഈസ് നോട്ട് ദ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഓർ ഈവൻ ദ ബിഗിനിങ് എന്നുള്ള ഒരു കാര്യം ഗാന്ധിയുടേതാണ്. ഇനി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ബുക്സ് ആർ ദ മീൻസ് ബൈ വിച്ച് വി ബിൽഡ് ബ്രിഡ്ജസ് ബിറ്റ്വീൻ കൾച്ചേഴ്സ്. കൾച്ചറുകൾ തമ്മിലുള്ള ഗ്യാപ്പിനെ നമ്മൾ ഫില്ലപ്പ് ചെയ്യുന്നത് പുസ്തകങ്ങളിലൂടെയാണ്. അതായത് പുസ്തകങ്ങൾ നമുക്ക് ഒരുപാട് നോളജ്, ഇങ്ങനെ പല നോളജുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ട്രൂ ടീച്ചർ ആർ ദോസ് ഹു ഹെൽപ്പ് അസ് തിങ്ക് ഫോർ അവർ സെൽഫ്. നമ്മളെ ചിന്തിക്കാൻ സഹായിക്കുന്നവരാരോ അവരാണ് യഥാർത്ഥത്തിൽ ടീച്ചർമാർ എന്ന് പറഞ്ഞ കാര്യം. ദെൻ ടീച്ചേഴ്സ് ഷുഡ് ബി ദ ബെസ്റ്റ് മൈൻഡ്സ് ഇൻ ദ കൺട്രി. അപ്പൊ ഇങ്ങനത്തെ 3 കോട്ടുകൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ടീച്ചേഴ്സ് ഷുഡ് ബി ദ ബെസ്റ്റ് മൈൻഡ്സ് ഇൻ ദ കൺട്രി. ഏറ്റവും നല്ല മനസ്സുള്ളവർ ടീച്ചർമാരാവണം. കാരണം ദേ ആർ ക്രിയേറ്റിംഗ് എ നെക്സ്റ്റ് ജനറേഷൻ അല്ലേ. അപ്പൊ ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, മിസ്സാക്കരുത്. ബുക്സ് ആർ ദ മീൻസ് ബൈ വിച്ച് വി ബിൽഡ് ബ്രിഡ്ജ് ബിറ്റ്വീൻ കൾച്ചേഴ്സ്. ഒന്നാമത്തെ കാര്യം ബുക്സിനെ കുറിച്ച്. രണ്ടാമത്തെ ട്രൂ ടീച്ചേഴ്സ്. മൂന്നാമത്തെ ടീച്ചേഴ്സ് ആണ് ബെസ്റ്റ് ഇൻ ദ മൈൻഡ് ഓഫ് ദ കൺട്രി എന്നുള്ള രീതിയിലും പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ഇൻഫർമേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. 2 ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഹിയർ ഈസ് യുവർ 3ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊന്ന് കൃത്യമായിട്ട് ഒന്ന് വായിച്ചു നോക്കിക്കുക. ഇതൊരു ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ചില ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചു വെക്കണം. ഞാനിപ്പോ നിങ്ങൾക്ക് കഴിഞ്ഞൊരു സമയത്ത് നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു, എന്നാണ് സ്വദേശി മൂവ്മെന്റിന്റെ ഫോഴ്സിൽ എന്നാണ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ.
എന്നുള്ള ഡേറ്റ് വെച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്നാണ് ജാലിയൻ വാലാബാഗ് നടന്നിട്ടുള്ളത് ഡേറ്റ് വെച്ച് ഞാൻ ചോദിക്കുന്നുണ്ട്. എന്ന പോലെ ഈ ഒരു ഡേറ്റും നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സച്ച് എ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഈസ് ദിസ് വൺ. ആൻസർ ചെയ്യൂ. 10 സെക്കൻഡ്സ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കൂ. 4 ഓപ്ഷൻസ് ഉണ്ടോ? എല്ലാം 977 ആണ്, എല്ലാം മാർച്ചാണ്, 21, 22, 23, 24 ഏതാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഫൈൻ ഫൈൻ. ഈ ക്വസ്റ്റിന്റെ ആൻസർ നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യയില് എത്ര നാഷണൽ എമർജൻസി സോഫാർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് ആദ്യം. ജസ്റ്റ് കമന്റ് ഹൗ മെനി നാഷണൽ എമർജൻസീസ് സോഫാർ ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ. ഒന്ന് കമന്റ് ചെയ്തേ, എന്നിട്ട് നമുക്ക് ഇതിന്റെ ഡിസ്കഷനിലോട്ട് പോവാം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല ചിലപ്പം നമ്മുടെ പഠിച്ചു വെച്ച ചരിത്രം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. പ്ലീസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. ഒന്ന് ട്രൈ ചെയ്യണേ തെറ്റൊന്നുമില്ലല്ലോ. ഉത്തരം 3 കേട്ടോ. ഫൈൻ, 3. വെരി ഗുഡ്, ഫൈൻ. അപ്പൊ ഇത് എന്നാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ആൻസർ 21 മാർച്ച് 1977 ആണ്. നമുക്ക് ഡിസ്കഷനിലോട്ട് പോകാം. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ഞാൻ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 352 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് നമുക്ക് നാഷണൽ എമർജൻസി വരുന്നത്. ഇത് പൊളിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അതിൽ 352 എന്ന് പറയുന്നത് നാഷണൽ എമർജൻസി ആണെങ്കിൽ 356 എന്ന് പറയുന്നത് സ്റ്റേറ്റ് എമർജൻസി ആണ്. ഈ സ്റ്റേറ്റ് എമർജൻസിയെ തന്നെയാണ് പ്രസിഡന്റ്സ് റൂൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്ന് വിളിക്കുന്നത് കേട്ടോ. പിന്നെ ആർട്ടിക്കിൾ 360 വരുന്നതാണ് ഫൈനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത്. സോ ഫാർ വി ഡിഡിൻ ഹാവ് ദിസ് വൺ. ഫൈനാൻഷ്യൽ എമർജൻസി ഇതുവരെ നമ്മൾ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. അതിൽ 352 നാഷണൽ എമർജൻസി ആണ് നമ്മൾ പറയുന്നത്. ടോട്ടലി സോ ഫാർ 3 ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആർക്കാണ് അതിനുള്ള പവർ ഉള്ളത്? പ്രസിഡന്റിനാണ് അത് ഡിക്ലെയർ ചെയ്യാനുള്ള പവർ ഉള്ളത്. ആ കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അതിന് പല റീസൺസ് ഉണ്ടാകാം. ഒരു യുദ്ധമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യം നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു ആർമഡ് റിബലിയൻ ഇന്ത്യയുടെ അകത്ത് നടക്കുന്ന സമയത്ത് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഡിക്ലെയർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. 3 തവണ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ 3 തവണ എപ്പോഴാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ ഡേറ്റ് അടക്കം കൊടുത്തിട്ടുണ്ട്. ഒന്ന് 26 ഒക്ടോബർ 1962 മുതൽക്ക് 1968 വരെ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇൻഡോ ചൈന വാർ നടന്ന സമയത്ത് അത്രയും കാലം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഘട്ടം ഘട്ടമായിട്ട് നാഷണൽ എമർജൻസിയുടെ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. 1964 നെഹ്റു മരിക്കുന്നുണ്ട്, പക്ഷെ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽക്ക് തന്നെ അത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. പിന്നീട് 1971 സമയത്ത് നിങ്ങൾക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ വാർ എന്ന് പറയുന്ന ബംഗ്ലാദേശ് ലിബറേഷൻ വാർ ഉണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ. അതും എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അത് 3 ഡിസംബറിന്റെ സമയത്താണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 3 ഡിസംബർ 1971, ഡിസംബർ മാസത്തിൽ. അത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരുന്നോ? പിന്നെ നമ്മൾ പറയുന്ന, നമുക്ക് കോമൺലി അറിയുന്ന ഇന്ത്യയിലെ ഇന്റേണൽ എമർജൻസി 26 ജൂൺ 1975 ഒരു കാലഘട്ടം. ഓക്കെ, അതിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്ന പ്രസിഡന്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ. അത് എൻഡ് ചെയ്യുന്നത് 21 മാർച്ച് 1977 സമയത്താണ്. അപ്പൊ ഇത്രയും ഇൻഫോർമേഷൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കൂ. സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിക്കേ, എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
ഫൈൻ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, അതായത് കോണ്ടംപററി ഇന്ത്യയിലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഹു അമംഗ് ദ ഫോളോയിങ് വേർ ദ സിഗ്നേറ്ററീസ് ഇൻ താഷ്കന്റ് ഡിക്ലറേഷൻ? എന്താണ് താഷ്കന്റ് ഡിക്ലറേഷൻ, ആരൊക്കെ തമ്മിലാണ് എന്നുള്ള രീതിയിലാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് വൺ സൈഡ് ഈസ് ഓൾ ക്ലിയർ, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമയത്താണ്. അപ്പുറത്ത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യും എല്ലാവരും. മേക്ക് ഇറ്റ് ഫാസ്റ്റ് ഗൈസ്, മേക്ക് ഇറ്റ് ഫാസ്റ്റർ. ഓക്കെ, ഫൈൻ ഫൈൻ, വെരി ഗുഡ്. ആൻസർ എന്താ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിയും ജനറൽ അയ്യൂബ് ഖാനും ആണ്. ഇതും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നെഹ്റു മരിച്ചു കഴിഞ്ഞ ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കീഴിലുള്ള ഭരണം വന്നപ്പോൾ 1965 പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം നടക്കുന്നുണ്ട്. ഇൻഡോ പാകിസ്ഥാൻ വാർ എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആ ഒരു യുദ്ധത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ഇവര് ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള താഷ്കന്റിൽ വെച്ച് ഒരുമിച്ച് കൂടിയിട്ട് നടത്തുന്ന സമാധാന ചർച്ചയാണ് താഷ്കന്റ് അഗ്രിമെന്റ് എന്ന് പറയുന്ന പീസ് അഗ്രിമെന്റ്. ഓക്കെ, അതിന് റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പാകിസ്ഥാൻ 1965 കാശ്മീരികളെ പോലെ വസ്ത്രം ചെയ്ത് ഇന്ത്യയുടെ കാശ്മീരിന്റെ ഭാഗത്ത് ഇൻഫിൽട്രേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ 1965 ഇവർ നടത്തി. അതൊരു യുദ്ധമായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിനെ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി UN ഇടപെട്ടു. മോർ ഇമ്പോർട്ടൻ്റ്ലി കോൾഡ് വാർ ഒക്കെ നടക്കുന്ന സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ പോലെയുള്ള USSR പോലുള്ള ആൾക്കാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോൾ അവരെല്ലാവരും ഇടപെട്ടിട്ട് നിർത്തലാക്കി. എന്നിട്ട് USSRന്റെ ഒരു മീഡിയേഷനിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു ഭാഗത്ത്, പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന മുഹമ്മദ് അയ്യൂബ് ഖാൻ, ഇതിന്റെ കൂടുതൽ USSRന്റെ മീഡിയേഷൻ ആണെന്ന് പറഞ്ഞില്ല. ആരായിരുന്നു? സോവിയറ്റ് പ്രീമിയർ ആയിട്ടുണ്ടായിരുന്ന അലക്സി കോസിച്ചിൻ എന്ന് പറയുന്ന ആളും ഒരുമിച്ച് നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേരും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. സംടൈംസ് ഇതും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് താഷ്കന്റ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഒന്ന് വായിച്ചു നോക്കിക്കേ പെട്ടെന്ന് പോയിന്റ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ് ഗൈസ്, റീഡ് ഇറ്റ് ഫാസ്റ്റർ. എന്നിട്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് എഴുതിയെടുക്കാനുള്ളത് പെട്ടെന്ന് എഴുതിയെടുത്തേ. ഓക്കെ, നൗ വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് എ സിഗ്നേറ്ററി ഇൻ ദ ബോംബെ പ്ലാൻ? ഈ ബോംബെ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ എക്കണോമിക് പ്ലാനിങ് പോസ്റ്റ് ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോപ്പിക്കാണ് ബോംബെ പ്ലാൻ എന്നുള്ളത്. അപ്പൊ അതിൽ സിഗ്നേറ്ററി ആയിരുന്നത് ആരാണെന്നുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഒന്ന് കൃത്യമായിട്ട് ഒന്ന് വായിച്ചിട്ട് നോക്കിക്കേ. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണത്. കാരണം ഇങ്ങനെ പൊതുവെ ഇങ്ങനെ ആരൊക്കെയാണ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് പൊതുവെ ചോദിക്കാറൊന്നുമില്ല. 8 പ്രധാനപ്പെട്ട ബിസിനസ്മാൻമാരുണ്ടായിരുന്നു. അതില് ആരാണ് ഉണ്ടായിരുന്നുള്ളൊരു ചോദ്യം. ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും, നമുക്ക് ഇതിന്റെ ഫർദർ എക്സ്പ്ലനേഷനിലോട്ട് പോകാം. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻ ഞാൻ കൊണ്ടുപോകാം. 1944-45 സമയത്താണ് ബോംബെ പ്ലാൻ വരുന്നത്. അതായത് ഒരു എക്കണോമിക് പ്ലാനിങ് ആണ്. ഇങ്ങനെ ആയിരിക്കണം ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മളുടെ ഒരു ഇക്കണോമിക് പ്ലാനിങ്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ വേണം. അതായത് സ്റ്റേറ്റ് ഇടപെടണം, എങ്കിലും നമുക്ക്
സ്റ്റേറ്റ് ഇടപെടുന്നത്. ഓക്കെ, ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാവൂ എന്നുള്ളതാണ് ബോംബെ പ്ലാനിൽ പറഞ്ഞത്. അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് JRD ടാറ്റ, ഘാൻശ്യാം ദാസ് ബിർള, GD ബിർള, ആർദേശർ ദലാൽ, ലാല ശ്രീറാം, കസ്തൂർബായ് ലാൽബായ്. ഓപ്ഷനിൽ ഉണ്ടായിരുന്നല്ലോ, ആൻസർ വരുന്നത് ഇതാണ് കേട്ടോ. ദെൻ ആർദേശർ ഷ്രോഫ്, AD ഷ്രോഫ്, സർ പുരുഷോത്തമദാസ് താക്കൂർദാസ്, ജോൺ മത്തായി. ഇങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ആ പേരുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇങ്ങനെ അങ്ങനത്തെ സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നൊന്നുമില്ല. ബട്ട് ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഒക്കെ വരാറുണ്ട് എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ ആ പോയിന്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ദ ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഗോസ് ടു കസ്തൂർബായ് ലാൽബായ് എന്നുള്ള ഒരു പേരാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നാലാമത്തെ ഓപ്ഷൻ കുറച്ച് താഴെയാണ്. ഒന്ന് പെട്ടെന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫൈൻ. ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താ വരുന്നത്? എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. കമന്റ് ചെയ്യാതിരിക്കരുത്. ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് INC when the national planning committee was set up by the organization to draw up a development plan for free India? ഇൻഡിപെൻഡന്റ് ഇന്ത്യക്ക് ഒരു പ്ലാൻ വേണം. അതിന് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ള സമയത്ത് ഉണ്ടായിരുന്ന INCയുടെ പ്രസിഡന്റ് ആര്? നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, പട്ടാഭി സീതാരാമയ്യ, അബ്ദുൽ കലാം ആസാദ്. ഇതിന്റെ ആൻസർ വരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് നമ്മൾ INCയുടെ മേജർ സെഷൻസ് പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പാർട്ട് 1ൽ നമ്മൾ ഇത്രയും ഏരിയാസ് കവർ ചെയ്തു. അതിൽ പാർട്ട് 2ലാണ് ആക്ച്വലി ഈ പോയിന്റ് വരുന്നത്. ആ പാർട്ട് 2ൽ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് വരുന്നുണ്ട്. ഞാനത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സെറ്റപ്പ് അണ്ടർ ജവഹർലാൽ നെഹ്റു ഡ്യൂറിംഗ് ദ പ്രസിഡൻഷിപ്പ് ഓഫ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് 1938 ഹരിപുര സെഷനിൽ. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഈ വിവരങ്ങളൊക്കെ പറയുന്ന വീഡിയോ പാർട്ട് 2 കൂടെ ഉണ്ട്. അപ്പൊ അതും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. പാർട്ട് 1ഉം പാർട്ട് 2 കാണാത്തവർ നിർബന്ധമായിട്ടും കാണുക. ഇങ്ങനത്തെ ഒരു സെഷനിൽ നിന്ന് ഞാനിപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് അത് തന്നെ ഒരു വീഡിയോ ആക്കി ചെയ്തു തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും മിസ്സാക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഹിസ്റ്ററിയിൽ ഏത് എക്സാമിനേഷൻ ആണെങ്കിലും ഈ ഒരു ടോപ്പിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഫൈൻ. ഓക്കെ, അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ കണ്ടിട്ട് പഠിക്കാനുള്ള ശ്രമമാണ് വേണ്ടത്. നൗ അനദർ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് പെട്ടെന്ന് ആൻസർ ചെയ്തത്. അപ്പൊ മോഡേൺ ഇതിൽ നിന്ന് വലിയ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഒരു മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഡോണ്ട് വെറി, കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ടു വിച്ച് മൂവ്മെന്റ് ഡു ദ ഓഗസ്റ്റ് റവല്യൂഷൻ ഈസ് അസോസിയേറ്റഡ്? ഏത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഓഗസ്റ്റ് റവല്യൂഷൻ നടക്കുന്ന ഒരു ചോദ്യമാണ്. പെട്ടെന്ന് വായിക്കുക, പെട്ടെന്ന് ആൻസർ ചെയ്യുക. എല്ലാവരും കമന്റ് ചെയ്യണേ. ഓക്കെ, എന്താണ് ആൻസർ വരുന്നത്? ഓഗസ്റ്റ് മാസത്തിൽ നടന്ന റവല്യൂഷൻ ഏതാ നോക്കിയാൽ മതി. നോൺ കോപ്പറേഷന് പ്രത്യേകിച്ച് മാസം ഉണ്ടോ? ഇല്ല. CDMന് പ്രത്യേകിച്ച് മാസം ഉണ്ടോ? ഉണ്ട്. എന്താണത്? മാർച്ച് ഏപ്രിൽ സമയത്താണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം അല്ലേ? ദണ്ഡി മാർച്ച്. ദെൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്താണ്? ഓഗസ്റ്റ് 8-നല്ലേ ഇവരവരുടെ ഒരു ഗോളിയ ടാങ്ക് മൈതാനത്തിൽ ഒരുമിച്ച് കൂടുന്നതൊക്കെയുള്ള സംഭവങ്ങൾ. അതുകൊണ്ട് ഇതാണ് ഓഗസ്റ്റ് ക്രാന്തി എന്ന് വിളിക്കുന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കേട്ടോ. ആ രീതിയിൽ ആ ടോപ്പിക് ഒന്ന് മനസ്സിലാക്കി വെക്കുക.
ഫർദർ ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഇൻഫർമേഷനൊക്കെ ഒന്ന് പഠിച്ചു പോകാം. August 8, 1942 സമയത്ത് മുംബൈയിൽ ഗോളിയ ടാങ്ക് മൈതാനത്ത് വെച്ചിട്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒരുമിച്ച് കൂടി. അതിലാരുണ്ടായിരുന്നു? ഗാന്ധി ഉണ്ടായിരുന്നു, നെഹ്റു ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടി ചേർന്നു. എന്നിട്ട് എന്തായിരുന്നു? അവര് മൂവ്മെന്റിന്റെ പ്രൊവിഷൻസ് ഇങ്ങനെ ആയിരിക്കും. എന്താണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒന്ന്, ഇമ്മീഡിയറ്റ് എൻഡ് ടു ബ്രിട്ടീഷ് റൂൾ ഓവർ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകണം. അതുകൊണ്ടാണ് ഇതിന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓൾ ഗുഡ്. ഡിക്ലറേഷൻ ഓഫ് ദ കമ്മിറ്റ്മെന്റ് ഓഫ് ഫ്രീ ഇന്ത്യ ടു ഡിഫെൻഡ് ഇറ്റ് സെൽഫ് അഗേൻസ്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് ഇമ്പീരിയലിസം ആൻഡ് ഫാസിസം. ഇതിനോട് പരിപൂർണമായിട്ട് ഇന്ത്യ എതിർക്കുക എന്ന് പറയുന്ന ഒരു പോളിസി. ഫോർമേഷൻ ഓഫ് എ പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ബ്രിട്ടീഷ് വിഡ്രോവൽ. ബ്രിട്ടീഷ് പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇന്ത്യൻ ഗവൺമെന്റ് രൂപീകരിക്കും. ദെൻ സാങ്ഷനിങ് എ സിവിൽ ഡിസോബിയൻസ് മൂവ്മെന്റ് അഗേൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ ഒരു നിയമലംഘന പ്രസ്ഥാനം നടത്തുകയും ചെയ്യും എന്നുള്ളതായിരുന്നു ചർച്ച. പക്ഷെ എന്ത് ചെയ്തു? August 9 പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും എല്ലാ ലീഡേഴ്സിനും ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിട്ട് അങ്ങ് അറസ്റ്റ് ചെയ്തു. ഗാന്ധി ഉൾപ്പെടെ, നെഹ്റു ഉൾപ്പെടെ എല്ലാവരും അറസ്റ്റ് ചെയ്തു. അങ്ങനെ 1944 കഴിയോളം ഈ മൂവ്മെന്റ് ഇങ്ങനെ അറസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പല ആൾക്കാരും അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. ഉഷാ മെഹത്തിനെ പോലുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് റേഡിയോ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്ന ആൾക്കാർ. നമ്മുടെ JP-യുടെ റോളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക്കലി എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ പാരലൽ ഗവൺമെന്റ് ഉണ്ടായിരുന്നു, സത്താരയിൽ ഉണ്ടായിരുന്നു, ബാലിയയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടുന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അനദർ ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് among the following ടെസ്റ്റ് ഈസ് പ്രിവിലേജ്ഡ് ആസ് an authentic statement of the ideology of ഗാന്ധിജി. ഗാന്ധിജിയുടെ ഒതന്റിക് ഐഡിയോളജി കാണിക്കുന്ന ടെസ്റ്റ് ഏതാണെന്നുള്ള ഒരു ചോദ്യം. ഒരു ബുക്കിന്റെ, ഒരു ടെസ്റ്റിന്റെ പേരാ ചോദിച്ചിരിക്കുന്നത്, ഒരു ഗ്രന്ഥത്തിന്റെ പേര്. ഏതായിരിക്കും ഗാന്ധിയുടെ ഐഡിയോളജി കൃത്യമായിട്ട് കാണിക്കുന്നത്? നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഹിന്ദു സ്വരാജ്, മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, ട്രസ്റ്റിഷിപ്പ്, നൺ ഓഫ് ദിസ്. എന്തായാലും ഇങ്ങനെ ചോദ്യം വരുന്ന സമയത്ത് നൺ ഓഫ് ദീസ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം നിങ്ങളോട് കൃത്യമായിട്ടുള്ള ഒരു ഇവന്റോ ഫാക്റ്റോ അല്ല ചോദിച്ചിരിക്കുന്നത്, ഗാന്ധിയുടെ ഐഡിയോളജി എന്ന് പറയുന്ന സംഗതി. അപ്പൊ നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇത് എന്തായാലും ശരിയായിട്ട് വരാൻ ചാൻസ് ഇല്ല. ബാക്കി മൂന്നെണ്ണത്തിൽ ഏത് നിങ്ങൾ ചൂസ് ചെയ്യും? ജസ്റ്റ് ABC ഏതിനും ഒന്ന് കമന്റ് ചെയ്യും നിങ്ങൾ. ഹിന്ദു സ്വരാജ്, മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത്, ട്രസ്റ്റിഷിപ്പ്. ആൻസർ വരുന്നത് ഞാൻ പറയട്ടെ, നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് കമന്റ് ചെയ്യുന്നവർ പെട്ടെന്ന് കമന്റ് ചെയ്യും. ആൻസർ വരുന്നത് ഹിന്ദു സ്വരാജ് ആണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് ചെറിയൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1909 സമയത്താണ് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന ഗാന്ധിയുടെ ഒരു ടെസ്റ്റ്, ഒരു ബുക്ക് വരുന്നത്. ഇന്ത്യൻ ഹോം റൂൾ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതില് എ ട്രീറ്റീസ് ഓൺ ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ നാഷണലിസത്തെ കുറിച്ച് ഗാന്ധിയുടെ ചില എഴുത്തുകൾ, അതുപോലെ ഗാന്ധിസ് വിഷൻ ഫോർ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ഇങ്ങനത്തെ ഗാന്ധിയുടെ ആശയങ്ങളൊക്കെ വരുന്ന ഒരു പുസ്തകമാണ് എന്ത് ഹിന്ദു സ്വരാജ് എന്നുള്ളത്. യങ് ഇന്ത്യ എന്ന് പറയുന്നത് 1923 വന്നിട്ടുള്ള ഗാന്ധിയുടെ റൈറ്റിംഗ്സ് ആണ്. അതായത് യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജേണൽ ഉണ്ടായിരുന്നു. അതിൽ ഗാന്ധിയുടെ ഒരുപാട് ആശയങ്ങളാണ് വരുന്നത്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പൈലേഷൻ ബുക്കായിട്ട് പറയാൻ പറ്റുന്നതാണ് എന്ത് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന ഇന്ത്യൻ ഹോം റൂൾ എന്ന് പറയുന്ന ഗാന്ധിയുടെ ബുക്ക്. അപ്പൊ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് 1909 ഗുജറാത്തി ഭാഷയിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിനെ ഇന്റലക്ച്വൽ ബ്ലൂ പ്രിന്റ് ഫോർ ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് എന്നിവിടെ വിശേഷിപ്പിക്കാറുണ്ട്. അതാണ് ഈ ചോദ്യം വരാനുള്ള റീസൺ. അല്ലെങ്കിൽ അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനത്തെ ചില കൊട്ടേഷൻ ഒക്കെ തന്നിട്ടായിരിക്കും. ദ ഇന്റലക്ച്വൽ ബ്ലൂ പ്രിന്റ് ഫോർ ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഏതാണ് എന്നുള്ള രൂപത്തിലോട്ട്. അപ്പൊ ആ രീതിയിൽ ആ ടോപ്പിക് കൂടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂട്ടത്തിൽ നമുക്ക് അറിയുന്ന ഒരു ഓർക്കാണല്ലോ എന്ത്
ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പറയുന്നത് ഗാന്ധിയുടെ ചെറുപ്പകാലം മുതൽക്ക് 1921 വരെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. അത് 1925 മുതൽ 29 വരെ നവജീവൻ എന്ന് പറയുന്ന തൻ്റെ ജേർണലിലാണ് ഗാന്ധി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് അത് പുസ്തകമായി മാറുന്നത്. ഇത് എഴുതാൻ പ്രേരണയായി വരുന്നത് സ്വാമി ആനന്ദ് എന്ന് പറയുന്ന ഒരു സന്യാസിയാണ്, ഒരു മോങ്കാണ്. സ്വാമി ആനന്ദ പറഞ്ഞിട്ടുള്ളത് ഗാന്ധി താങ്കളുടെ ഒരു ഓട്ടോബയോഗ്രഫി എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗാന്ധിക്ക് ജയിലാകുമ്പോൾ വിശ്രമിക്കാൻ സമയം കിട്ടിയപ്പോൾ പുള്ളിക്കാരൻ കുത്തിരുന്ന് എഴുതിയാണ് സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്ന് പറയുന്നത്, തൻ്റെ ജീവിത കഥകൾ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മിസ്സാക്കരുത്. 1934 ഗാന്ധി സോങ്സ് ഫ്രം പ്രിസൺ എന്ന് പറഞ്ഞിട്ട് ജയിലിൽ നിന്നുള്ള കവിതകൾ എന്നുള്ള രൂപത്തിലോട്ട് ഗാന്ധി ഒരു എഴുത്ത് എഴുതുന്നുണ്ട്. മഹാരാഷ്ട്ര ഏർവാഡ ജയിലിൽ വിശ്രമിക്കുന്ന സമയത്ത്, നിങ്ങൾക്കറിയാം ഏർവാഡ ജയിലും ഗാന്ധിയുടെ വിശ്രമവും കാര്യങ്ങളൊക്കെ നിങ്ങൾ സോൾട്ട് സത്തേരയുടെ ഭാഗമായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ സോങ്സ് ഫ്രം പ്രിസൺ, സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, ഹിന്ദു സ്വരാജ്, യങ് ഇന്ത്യ, ഇതൊക്കെ സംതിങ് റെലവൻ്റ് ആണ് മക്കളെ, മിസ്സാക്കരുത് കേട്ടോ. മോഡേൺ ഇന്ത്യ കടൽ പോലെ വിശാലമാണ് പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ കടലിനെ കുറിച്ച് പേടിക്കണ്ട, ഉള്ളിടത്ത് നിന്ന് ആസ്വദിക്കുക, കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇതൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സഹായകമാകും എന്ന വിശ്വാസത്തിൽ തന്നെ പഠിച്ചു പോകാനും ശ്രമിക്കുക. ഫൈൻ. അടുത്തൊരു ചോദ്യമാണ് സേഫ്റ്റി വാൾവ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം. ഇതിന്റെ ഉത്തരം കിട്ടാൻ ഒരു ക്ലൂ ഉണ്ട്. മുമ്പത്തെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് പഠിക്കണം, റിവൈസ് ചെയ്യണം എന്ന് പറയുന്നതാണ് അതിന്റെ ക്ലൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ INC മേജർ സെഷൻസ് എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ നടത്തിയ സമയത്ത് ഞാൻ ഇതിന്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടോപ്പിക്ക് വന്ന സമയത്ത്. അപ്പൊ ആ രീതിയിൽ ഈ ടോപ്പിക്ക് ആൻസർ ചെയ്യേണ്ടി പറ്റും. എനിഹൗ പെട്ടെന്ന് ആൻസർ ചെയ്യൂ, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്ത് ഇതിന്റെ ആൻസർ. ഓക്കെ, സേഫ്റ്റി വാൾവ് തിയറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിഗാർഡിംഗ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ആരാണെന്നുള്ള. ലോർഡ് ഡഫ്രിൻ, RP ദത്ത്, വില്യം വെഡർബേൺ, ബിപിൻ ചന്ദ്ര. നമ്മുടെ ഓപ്ഷൻസിൽ ലാലാ ലജ്പത് റായ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതങ്ങ് കുത്തും, അല്ലെങ്കിൽ നമ്മൾ അന്തം വിടും. അന്തം വിടുന്നവരുടെ ശ്രദ്ധയിലോട്ട് ഉത്തരം വില്യം വെഡർബേൺ ആണ്. എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് കഥ ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ INCയുടെ മേജർ സെഷൻസ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വില്യം വെഡർബേൺ എന്ന് പറയുന്ന ആള്, അദ്ദേഹം തിയറി 1913 അലൻ ഒക്ടോവിൻ ഹ്യൂമിന്റെ ബയോഗ്രഫിയിലാണ് ആദ്യമായിട്ട് ഇത് അവതരിപ്പിക്കുന്നത്. അതിനുശേഷമാണ് സേഫ്റ്റി വാൾവ് തിയറി ലാലാ ലജ്പത് റായ് യൂസ് ചെയ്യുന്നതും എന്തിന്, കോൺഗ്രസിന്റെ മോഡറേറ്റ് വിങ്ങിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ മോഡറേറ്റ്സ് പോരെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ആ രീതിയിൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പോയിന്റ്, അതുകൊണ്ടാണ് ഫർദർ ഡിസ്കഷൻ ഇപ്പോൾ നടത്താത്തത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നാഷണലിസം ഇസ് എ ഗ്രേറ്റ് മെനസ്. ഇറ്റ് ഈസ് ദ പെർട്ടിക്കുലർ തിങ് വിച്ച് for years has been at the bottom of India's troubles. Whose observation is this? ആരാണത് പറഞ്ഞിരിക്കുന്നത്? കൃത്യമായിട്ട് വായിക്കുക, ആൻസർ ചെയ്യും. ഓക്കെ, എന്തായാലും 4 ഓപ്ഷൻ ഉണ്ട്. ഇതിനൊന്ന് കുത്തിയല്ലേ പറ്റുള്ളൂ അല്ലെ. നാഷണലിസത്തെ കുറിച്ച് ആരായിരിക്കും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക? ഗാന്ധി ഉണ്ട്, ടാഗോർ ഉണ്ട്, ബങ്കിം ചന്ദ്ര ചാറ്റർജി ഉണ്ട്, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്. കുറച്ച് ടഫ് ഓപ്ഷൻസ് ആണ് അല്ലെ. നിങ്ങൾ ഏത് കുത്തും? പെട്ടെന്ന് കമന്റ് ചെയ്യും. നാഷണലിസം ഈസ് എ ഗ്രേറ്റ് മെനസ്. നാഷണലിസം എന്ന് പറയുന്നത് വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള, ഒരു ഭീഷണി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് ഇന്ത്യയുടെ
ഇന്ത്യൻ ട്രബിളിൽ എപ്പോഴും ആഴ്ന്നു കിടക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? നാഷണലിസത്തെ കുറിച്ച് അങ്ങനെ സംസാരിച്ച വ്യക്തി ആരാണ്? ഉത്തരം വരുന്നത് വെരി ഗുഡ്, രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ. ശരിയായിട്ട് ഉത്തരം പറഞ്ഞവര്, കൃത്യമായിട്ട് പറഞ്ഞവർക്ക് കൺഗ്രാറ്റ്സ്. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടാഗോറിനെ കുറിച്ച് ഒന്ന് വായിക്കണം, ടാഗോറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഗായ്സ്. 10 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്രണ്ണം ശരിയായിട്ടുണ്ട് അത് കമന്റ് ചെയ്തിട്ട് നിങ്ങൾ സെഷന് വിടാവൂ. അതായത് 10 ചിലപ്പോൾ നിങ്ങൾ 5 ആയിരിക്കും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക, എന്നാലും നിങ്ങൾക്ക് എത്ര ശരിയായി. 1/10 ആണെങ്കിൽ 1/10, 10/10 നിങ്ങൾക്ക് എന്തും എഴുതാം. പക്ഷെ എഴുതാതിരിക്കരുത്. നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എഴുതിയിട്ട് എന്തിനാ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓൾ ദി ക്വസ്റ്റ്യൻസ് ഡിസ്കസ്ഡ് വേർ ഫ്രം PYQs ഓൺലി. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പൊ നിങ്ങൾ മിസ്സാക്കാതെ കൃത്യമായിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമുള്ളൂ, അല്ലേ? സോ ഡോണ്ട് മിസ് ഔട്ട് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഗായ്സ്. മിസ്സാക്കല്ലേ. അപ്പൊ നിങ്ങളുടെ എത്രമാത്രം ഉണ്ടെന്നുള്ളത് പെർഫോമൻസ് നോക്കുക. അപ്പൊ അത്യാവശ്യം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സോഫാർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. HST ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് നല്ലപോലെ നോക്കാം. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഭാവിയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.